ശരിക്കും 2 ടെസ്റ്റ് ഡോസുകളാണ് നമ്മൾ കണ്ടത്. ശരിക്കും ഈ ഒരു യുദ്ധത്തിൽ, ഒരു 3-ാം ലോക മഹായുദ്ധത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുള്ള 2 സംഘർഷങ്ങൾ ലോകത്തിൻ്റെ 2 ഭാഗങ്ങളിലായിട്ട് നടക്കുന്നു. ഒന്ന് റഷ്യയും യുക്രൈനുമായിട്ടുള്ള യുദ്ധം, അത് റഷ്യയും നാറ്റോയുമായിട്ടുള്ള യുദ്ധം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ റഷ്യയും നാറ്റോയുമായിട്ടുള്ള യുദ്ധത്തിൽ റഷ്യ ഇന്നും ഡ്രോണുകൾ നാറ്റോയിലെ പോളണ്ടിലെത്തി, നാറ്റോ സഖ്യത്തിലുള്ള പോളണ്ടിലേക്കെത്തി. അപ്പോൾ ഇത് ശരിക്കും ഒരു ടെസ്റ്റ് ഡോസ് എന്നാണ് ലോകരാജ്യങ്ങൾ അതിനെ വിശേഷിപ്പിക്കുന്നത്. ലോകത്തിപ്പോൾ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പരിശോധിക്കുന്നത് പറയുന്നത് ഇതൊരു റഷ്യയുടെ ഒരു ടെസ്റ്റ് ഡോസാണ്. റഷ്യയിൽ നിന്നായിരിക്കില്ല മിക്കവാറും വന്നിട്ടുണ്ടായിരിക്കുക, അത് ബെലാറൂസിൽ നിന്നായിരിക്കാം വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഒരു ഡ്രോൺ ഒരു നാറ്റോ രാജ്യത്തേക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു ആക്രമണം ഒരു നാറ്റോ രാജ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നാറ്റോ എങ്ങനെ പ്രതികരിക്കും, നാറ്റോ എന്ത് സ്റ്റെപ്പ് എടുക്കും? ഇതാണ് ശരിക്കും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. റഷ്യ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഇതാണ്. റഷ്യ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് പോളണ്ടിനെ ആക്രമിക്കുന്ന യാതൊരു പ്ലാനും ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, ഇല്ല എന്ന് റഷ്യ തർപ്പിച്ച് പറയുമ്പോഴും റഷ്യ ഒരു ടെസ്റ്റ് ഡോസ് അടിച്ചിരിക്കുകയാണ്. ഇവിടെ നാറ്റോ രാജ്യങ്ങൾക്ക് ആ ഡ്രോണിനെ തകർക്കാൻ വേണ്ടിയിട്ട് F-35 രംഗത്തിറക്കേണ്ടി വന്നു. അതാണ് യൂറോപ്പിൻ്റെ ഇന്നത്തെ അവസ്ഥ. അവർ ഒരു യുദ്ധത്തിന് ഇപ്പോഴും കേപ്പബിൾ ആയിട്ടില്ല. ഒരു 3-ാം ലോക മഹായുദ്ധം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റഷ്യയുടെ ആക്രമണങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ ഫലപ്രദമായിട്ട് തടുക്കാനുള്ള സംവിധാനങ്ങൾ അവരുടെ കയ്യിൽ ഇല്ല എന്ന് തെളിയിക്കുകയാണ്. അവർ ഈ ഒരു ചെറിയൊരു ഡ്രോണിനെ പോലും ഭേദിക്കാനായിട്ട് അവർക്ക് ഇതുപോലെയുള്ള വാർപ്ലെയിനുകളെ ഉപയോഗിക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ